ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർഫുൾ ആയിട്ടുള്ളൊരു നെറ്റ് വെച്ചിട്ടൊരു ഫ്രോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ നെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് കട്ടിങ് തുടങ്ങാം കേട്ടോ. നമ്മൾ ഇതേപോലെ കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഏത് കളറാണോ ആ കളർ തന്നെ എടുക്കാം. ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്കും ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്സ് കാണുക. പിന്നെ അത് മാത്രമല്ല, വൈറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ചൂടൊക്കെ വളരെ കുറവാകും, കുട്ടികൾക്ക് കംഫർട്ട് ആവുക വൈറ്റാണ് കേട്ടോ. അപ്പം നമ്മളൊരു അറേഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള പാർട്ട് ഫോൾഡഡ് അല്ലാത്ത പാർട്ടിലോട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അറേഞ്ചല്ല, ഞാൻ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യാം. ഇനി നമ്മുടെ യോക്ക് ലെങ്ത്ത് വരുന്നത് നമുക്ക് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് വരുന്നത് 9 ആയിരുന്നു. 9ൻ്റെ 2 ഭാഗം 4.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഫോൾഡഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് അവിടുന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ആം ഹോളും ആൾസോ 4.5 തന്നെയാണ്. ഇത് മൊത്തം ഈ ഒരു ബോക്സ് മൊത്തം വരുന്നത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഈ ബോക്സ് നമുക്ക് ആം ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 24, അതിൻ്റെ 4 ഭാഗം 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്. വേസ്റ്റ് വരുന്നത് 23ആണ്. അതിൻ്റെ 4 ഭാഗം 5.25 പ്ലസ് 1 ഇഞ്ച്. അതാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ ആം ഹോൾ വരയ്ക്കുക. ശരിക്കും ഇതിലോട്ട് നമുക്ക് ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ള കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് വരുന്നത് 1.25, നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചുമാണ് കേട്ടോ. ബാക്ക് നമുക്കിതിൽ വേണ്ട കേട്ടോ. ബാക്കും ഫ്രണ്ടും നമുക്ക് ഒരേ ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന 2 പാർട്സിൻ്റെയും സെൻറ്റർ പോർഷന് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴോട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് നമുക്ക് വരുന്നത് 2 ഇഞ്ചിലാണ്. ഷോൾഡർ സ്ലോപ്പല്ല, നമ്മുടെ സ്ട്രാപ്പ് വരുന്നത് 2 ഇഞ്ചിലാണ്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു 1/4 ഇഞ്ചിലോട്ട് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തില്ലായിരുന്നോ, അവിടെ നിന്ന് നമ്മൾ വരച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു ഇതേപോലെ ഒരു ചെറിയൊരു ഷേപ്പാക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെക്കും ഈ കാണുന്നത് നമ്മുടെ ആം ഹോളുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷന് നമുക്ക് ഈ ഒരു മോഡലിലാണ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊരു 1/2 ഇഞ്ച് ആക്കിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സിബ് ഫിറ്റാക്കാൻ 1/2 ഇഞ്ച് തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി നമ്മുടെ ഇതിലോട്ട് വേണ്ട നമ്മുടെ എന്താ പറയുക സാറ്റിനും നെറ്റും നമുക്ക് ഇതേപോലെ തന്നെ സെയിമായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് കേട്ടോ. കാരണം ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ദയവേദിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ നെറ്റും സാറ്റിനും സെയിം രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോട്ടൺ പീസസ് മാറ്റി വെച്ചിട്ട് സാറ്റിൻ പീസ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ നെറ്റ് ഫ്ലവേഴ്സ് മുകളിലോട്ട് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റ് കറക്റ്റ് മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. മെയിനായിട്ട് സാറ്റിനും ഈ ഒരു നെറ്റും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ സാറ്റിന് കുറച്ച് കളർ കുറവായത് കാരണം ഞാൻ ഈ ഒരു ഫ്ലവർ നെറ്റിന് താഴെ കുറച്ച് ഒരു 2 ലെയർ നെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഫ്ലവർ നെറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ കണ്ടില്ലേ കളറായിട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ 5 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രാപ്പ് 5 ഇഞ്ചിൽ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ചാണ് നമ്മൾ സ്ട്രാപ്പ് എടുത്തിരുന്നത്. അപ്പോൾ ബാക്കിലോട്ടും 2 ഇഞ്ച് പ്ലസ് 4 ഇഞ്ചായി. പിന്നെ 1/2 ഇഞ്ച് വീതം നമുക്ക് ഉള്ളിലോട്ട് പോകാനും വേണം. അപ്പോൾ ടോട്ടൽ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം വേണം. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. 2 + 2 4 + 1 5 ഇഞ്ചാണ് സ്ട്രാപ്പിൻ്റെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ബാക്കിലോട്ട് ഈ ഒരു സ്ട്രാപ്പ് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മനസ്സിലാത്ത പാട്ട് വരുമ്പോൾ മാത്രമേ ഞാനതിനെപ്പറ്റി പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. സൈഡുകൾ യോജിപ്പിക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് സെപ്പറേറ്റും നെറ്റ് സെപ്പറേറ്റും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററുകൾ കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. ആ ഒരു സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതിലൂടെ ഒരു 1 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ചായിരുന്നു നമ്മൾ അലവൻസ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് നമ്മൾ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റാക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ കണ്ടില്ല, ഇതിൻ്റെ സ്റ്റിച്ചിങ് തുമ്പൊക്കെ പുറത്തോട്ട് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ സ്റ്റിച്ചിങ് തുമ്പൊക്കെ ഉള്ളിലോട്ട് പോകും. ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നമുക്ക് ശരിക്കും മറ്റേ രീതിയിൽ സ്റ്റിച്ചാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജോലി തീരും. പക്ഷേ അത് കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഈ ഒരു കുത്തലും ഇതൊക്കെ എത്ര നമ്മൾ ലോക്ക് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കുട്ടികൾക്ക് ശരീരത്തിൽ ഭയങ്കര ഒരു പ്രോബ്ലമാണത്. അപ്പോൾ ചില കുട്ടികളൊന്നും ഈ ഫ്രോക്ക് ഇടില്ല. ഇതിലിപ്പോൾ ഞാൻ സെക്കൻഡ് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഈ ഉടുപ്പ് പറ്റില്ല. അപ്പോൾ അവർക്ക് ഇത് ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്, ഉമ്മമാർക്കൊക്കെ ഇഷ്ടമാണ് ഉടുപ്പ് ഇട്ട് കൊടുക്കാൻ. പക്ഷേ കുട്ടി ഇടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും ഉടുപ്പിടും. അത് ഞാൻ കൺഫേം ആണ്. ഞാൻ അങ്ങനത്തെ രീതിയിലാണ് എപ്പോഴും ഉടുപ്പുകൾ സ്റ്റിച്ചാക്കാറ്. സിബ് വരെ ഞാൻ ഇറക്കിയിട്ടാണ് സിബ് ഞാൻ ഫ്രോക്കിൽ കൊടുക്കാറ്. അതിനൊക്കെ കാരണം ഈ കുട്ടിക്കത് ഇറിറ്റേഷനോ കുട്ടിക്കത് ബുദ്ധിമുട്ടോ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന എൻ്റെ എല്ലാ ഓർഡേഴ്സും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് ഒരു പ്രോബ്ലംസും ഇല്ലാതെ അവർ ഫ്രോക്ക് ഇടുകയും ചെയ്യും. ഉള്ളിൽ പിന്നെ കോട്ടൻ്റെ ഞാൻ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ അത് ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് വരിക. സ്കേർട്ട് പോർഷന് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 24 ആയിരുന്നു. 24 നമ്മുടെ യോക്ക് ലെങ്ത്ത് 8 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 16 വരും. 16 കൂട്ടിയിട്ട് 1/2 ഇഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ അലവൻസ് വേണമല്ലോ. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ചാണ് ഈ ഫ്ലവർ നെറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ 2 മീറ്ററിലുള്ള മെറ്റീരിയൽ എടുത്തപ്പോൾ 2 മീറ്ററിന് നമുക്ക് 2 പീസ് വെച്ച് 17 ഇഞ്ചിൽ 2 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് ടോട്ടൽ 4 മീറ്റർ ആട്ടോ കിട്ടുക. 4 മീറ്റർ വേണമെന്നില്ല, ഒരു 3 മീറ്ററൊക്കെ ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ഇത് കിട്ടും നമുക്ക്. ഞാനിവിടെ 4 മീറ്റർ എടുത്ത് നല്ല പ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെറ്റ് പ്ലെയിൻ നെറ്റും നമ്മൾ ഇതേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്ററിന് 2 പീസ്, ടോട്ടൽ 4 മീറ്റർ. അപ്പോൾ ലെങ്ത്ത് 17 ഇഞ്ച് സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാറ്റിന് 1 മീറ്ററാണ് ഞാൻ എടുത്തത്. 1 മീറ്ററിൽ 2 പീസസ് വെച്ചിട്ട് 16 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അതായത് 17 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 16 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മീറ്ററിൽ 2 പീസ് കിട്ടുമ്പോൾ 2 മീറ്റർ കിട്ടും. പിന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ നമ്മൾ 3/4 മീറ്ററിൽ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വരുന്നത് നമ്മുടെ 15.5 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റിഫ് നെറ്റ് 1.5 മീറ്റർ വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 3 പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 പീസസിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് കുറച്ചാൽ, അതായത് 16 ഇഞ്ചായിരുന്നു നമ്മൾ 15 ഇഞ്ചായിരുന്നു നമ്മൾ കോട്ടൺ ലൈനിങ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ 13 ഇഞ്ചിലാണ് ലെങ്ത്തിലാണ് സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു
നെറ്റുകൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ 2 മീറ്ററിൽ 2 പീസാണ് എടുത്തിരുന്നത്. അപ്പോൾ ടോട്ടൽ 4 മീറ്റർ കിട്ടണമെങ്കിൽ നമ്മളത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്ലവർ നെറ്റ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു എത്തുന്നില്ല. അപ്പോൾ കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. പക്ഷെ പറഞ്ഞെത്തുന്നില്ല. പക്ഷെ നിങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നെറ്റ് നമ്മൾ ഇതേപോലെ നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഒരു നെറ്റും ഇതേപോലെ 2 പീസ് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഗ്യാദർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ സാറ്റിനും ഈ 2 പീസസ് തമ്മിൽ യോജിപ്പിച്ച് കൊടുത്തിട്ട് അതും നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട്, ഒരു 1/2 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട് താഴെ. ഇനി നിങ്ങൾ 1 ഇഞ്ചിലാണ് മടക്കി തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സാറ്റിനിൽ എക്സ്ട്രാ ക്ലോത്ത് ഇടണം കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ യോജിപ്പിച്ച് കൊടുത്ത് ഇതും സെയിം രീതിയിൽ തന്നെ ഗ്യാദർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര ഇഞ്ചിലാണ് ഇത് ഗ്യാദർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. യോക്ക് പോർഷൻ്റെ ഈ ഒരു താഴ്ഭാഗം നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഇതിലാണ് നമ്മളിതെല്ലാം ഗ്യാദർ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. യോക്ക് പോർഷന് നമുക്ക് ശരിക്കും 23 ഇഞ്ചായിരുന്നു. പിന്നെ 2 സൈഡിലും 1/2 ഇഞ്ച് സിബിന് വേണ്ടിയിട്ട് വിട്ടുകൊണ്ട് ടോട്ടൽ 24 ഇഞ്ച് നമുക്ക് കിട്ടേണ്ടതാണ്. ആ 24 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു 24 ഇഞ്ചിൽ ആണ് ഈ ഒരു സാറ്റിനും നമ്മുടെ നെറ്റും പ്ലെയിൻ നെറ്റും നമ്മുടെ ഫ്ലവർ നെറ്റും എല്ലാം ഈ ഒരു 24 ഇഞ്ചിലാണ് കേട്ടോ നമുക്ക് വിടുത്ത് കിട്ടേണ്ടത്. ഈ ഒരു ഗ്യാദറിങ്സ് ഇട്ടിട്ടുള്ള വിടുത്ത് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു സാറ്റിൻ്റെ നല്ല ഭാഗത്തോട്ട് നമ്മുടെ പ്ലെയിൻ നെറ്റ് മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലവർ നെറ്റിൻ്റെ നല്ല ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു 3 പീസസ് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുക. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് സ്റ്റിഫ് നെറ്റ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു സ്റ്റിഫ് നെറ്റിൻ്റെ ഒരു ആവശ്യകത ഇല്ല, കാരണം അത് തന്നെ അത്യാവശ്യം ഫ്ലഫി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒന്ന് കൊടുക്കാം. കുറച്ചുകൂടെ നല്ലൊരു ഫ്ലഫി ആയി നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നോർമലായിട്ട് മതി എന്നുണ്ടെങ്കിൽ സ്റ്റിഫ് നെറ്റ് ഇല്ലാതെ ഈ ആ ഒരു കോട്ടൻ്റെ ലൈനിങ് ജസ്റ്റ് ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിഫ് നെറ്റുകളെല്ലാം നമ്മൾ യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിന് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നതാണ്. സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാദറിങ്സ് ഇട്ട് കൊടുക്കുന്നു. ആ ഒരു ഗ്യാദറിങ്സ് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിൽ നമ്മൾ 2 പീസായിട്ടായിരുന്നു എടുത്തിരുന്നത് 3/4 മീറ്ററിൽ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 1.5 മീറ്റർ വിടുത്ത് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഇതിൽ നമ്മൾ താഴ്ഭാഗം ശരിക്കും കോട്ടണിൽ മടക്കി അടിക്കാനുണ്ടാവും. പക്ഷെ ഞാനതിൻ്റെ താഴ്ഭാഗം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാമല്ലോ കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ താഴ്ഭാഗം നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒരു 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ സെപ്പറേറ്റ് ആയിട്ട് യോജിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഒരു വേസ്റ്റ് പാർട്ട് ഒരുപാട് തിക്നെസ് വരുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് കോട്ടണിൽ യോജിപ്പിച്ചിട്ട് ആ ഒരു കോട്ടൺ മെറ്റീരിയൽ വേസ്റ്റിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അതും 24 ഇഞ്ചിൽ ഗ്യാദർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു 2 പീസസ് ഈ ഒരു വൈറ്റ് ലൈനിങ്ങും നമ്മുടെ നെറ്റും ഇതിലോട്ട് എങ്ങനെ ഈ ഒരു യോക്ക് പോർഷനിലോട്ട് എങ്ങനെ യോജിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലൈനിങ് സെപ്പറേറ്റും നമ്മുടെ നെറ്റ് സെപ്പറേറ്റും ആയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നെറ്റിലോട്ട് നെറ്റിൻ്റെ പീസ് ഈ ഒരു സെയിം രീതിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു സെയിം രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് സ്റ്റിച്ചാക്കിയതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിലോട്ട് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് കേട്ടോ യോജിപ്പിക്കുന്നത്. സ്കേർട്ട് പാർട്ടാണെന്ന് കരുതിയിട്ട് എല്ലാം ഒരുമിച്ചല്ല. കോട്ടണിലോട്ട് കോട്ടനും നെറ്റിലോട്ട് നെറ്റിനും ആയിട്ടാണ് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ബേസ് പാർട്ടിലുള്ള സ്റ്റിച്ചിങ് കൂടെ ഉള്ളിലോട്ട് പോകും, പുറത്തോട്ട് സ്റ്റിച്ചിങ് തുമ്പുകളൊന്നും പുറത്തോട്ട് കാണില്ല. അതാവുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അരഭാഗത്തുള്ള ഇറിറ്റേഷൻസ് പൂർണ്ണമായിട്ടും നമുക്ക് മാറും. കാര്യമായിട്ട് കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവുക നമ്മുടെ ഷോൾഡർ, പിന്നെ സൈഡിൽ വേസ്റ്റിൻ്റെ പാർട്ടിലുമാണ് ഈ ഒരു മുള്ളു കുത്തുന്ന പോലെ ഒരു ഇറിറ്റേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 3 ഭാഗം, പിന്നെ തൊക്കിൻ്റെ ഭാഗത്ത് കാര്യമായിട്ട് ഉണ്ടാവില്ല. തൊക്ക് മീൻസ് നമ്മുടെ എന്താ പറയുക,
കൈക്കുഴീൻ്റെ ഭാഗത്തുമാണ് പ്രോബ്ലംസ് ഉണ്ടാവാറ്. അവിടെ കാര്യമായിട്ട് ഉണ്ടാവാറില്ല, പക്ഷേ ബാക്കിയുള്ള ഈ ഒരു 3 കാര്യങ്ങൾ അധികം പ്രോബ്ലംസ് ഇല്ലാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കുട്ടികൾ കിട്ടും. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉള്ളു ഫുള്ള് കോട്ടനാണ്, പക്ഷേ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക, വലിയൊരു ഡിസൈനർ ഫ്രോക്കാണ് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ഉള്ളിലോട്ട് നോക്കിയാൽ സാധാരണ ഒരു കോട്ടൺ, എന്താ പണ്ടത്തൊക്കെ ഷിമ്മി ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിൽ നമ്മൾ ഉള്ളിൽ ഷിമ്മി ഇട്ടിട്ട് ഫ്രോക്ക് ഇടുന്ന ഒരു ഫീലാണ് ഇതിനുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിന് ഇനി സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ സിബ് വെക്കുന്ന വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഒന്നാമത് ഇത് ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സിബും കൂടെ വെക്കുമ്പോഴേക്ക് ഇതെന്തായാലും ഒരു 25 പോകും. കാരണം സിബ് വെക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പോകും. അപ്പോൾ സിബ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വെക്കുന്ന എങ്ങനെയാണ് വെക്കണമെന്നൊക്കെ ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യത്തെ വീഡിയോസിലൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഇവിടെ സിബ് വെക്കുക, അതാണ് നമ്മളെ മെയിൻ പണി. സിബ് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും സിമ്പിളായിട്ട് എങ്ങനെ വെക്കാമെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഇനിയും ഞാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അറിവില്ലായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തിരുത്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോഴേ നമുക്കും ഇത് ചെയ്യാനുള്ളൊരു ഉത്സാഹം നമുക്കും വരുള്ളൂ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഈ ഫ്രോക്കിൻ്റെ ഉൾഭാഗം. ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാധാരണ ഒരു ഷിമ്മി പോലെയാണ് ഉള്ളിലോട്ട് നോക്കിയാൽ കാണാം. പക്ഷെ പുറത്തോട്ട് ഇത് കണ്ടില്ലേ, നല്ല വലിയൊരു ഫ്രോക്കായിട്ടാണ് പുറത്തോട്ട് നമുക്ക് ഇത് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറക്കല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും. പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.